Hello guys. Welcome to Arjun Vlogs. So ഇന്നൊരു ഫുഡ് വ്ലോഗ്. അതെ. കുറേ കാലത്തിന് ശേഷമാണെന്ന് ആണ് ഞാൻ കേട്ടത് ഒരു ഫുഡ് വ്ലോഗ്. പിന്നെ അതൊരു അല്ലല്ല ഫുഡ് വ്ലോഗ് കുറച്ച് ദിവസത്തിന് ശേഷമാണുള്ളൂ. ഗ്യാപ്പ് ഒരു ചെറിയ ഗ്യാപ്പാണ്. പക്ഷേ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുഡ് വ്ലോഗ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ജപ്പാനീസ് റെസ്റ്റോറന്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം കൊച്ചിയിൽ സക്കുറ കുമിച്ചെ. കാർത്തിക് സൂര്യൻ സനൂബ്രവും കൂടി ഒരു ഫുഡ് വ്ലോഗ് ഈ റെസ്റ്റോറൻറ്റിൽ ചെയ്തപ്പോഴേ ഞാൻ ഉറപ്പിച്ചാണ് ഒരു ദിവസം ഞാൻ ഇവിടെ വരുന്ന്. പിന്നെ നമ്മുടെ രവി ഈയിടെയായിട്ട് സ്ഥിരമായി റീൽസ് അയക്കുന്നുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ. അപ്പം ഞാൻ ഉറപ്പിച്ചു ഇവിടെ വരാം, നമുക്കൊരു ഫുഡ് വ്ലോഗ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് വെച്ചിട്ട് ജപ്പാനിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം കൊച്ചി കാക്കനാടിലെ ഈ സക്കുറ കൊമിച്ചിയിൽ നിന്ന് കഴിക്കാം. ഇന്നത്തെ ഗെറ്റ് ടുഗദറിന്റെ മെയിൻ റീസൺ സായൂജാണ്. അവൻ ഒമാനിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പൊ രേവന്തും സായൂജും ദർശനയും ആതിരയും രവിയും അഖിലും കിഷോറും ഞാനും ഉണ്ട്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നിർമ്മലും സഞ്ജനയും ജോയിൻ ചെയ്യും. നമ്മുടെ ഈ ഗെറ്റ് ടുഗദർ സുൽത്താൻ ബത്തേരിയിൽ വെച്ചിട്ട് വേണോ അതോ കൊച്ചിയിൽ വെച്ച് വേണോ എന്ന് വലിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഫൈനലി നമ്മൾ കൊച്ചി സെലക്ട് ചെയ്തു. ഒരു വർഷത്തെ അതൊന്നും വേസ്റ്റ് ആവില്ല. ഇവിടെ രേവന്തൊക്കെ ഉണ്ട്. ഒരു വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഡയലോഗ് പറയട്ടെ. ഒരു വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഒമാനിൽ ഇനി പോകുന്നുണ്ടോ ഇല്ലയോന്ന് ഉറപ്പില്ല. പോണോ? നീ പോകുന്നോ പ്രവാസം? ഈ ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ട് 1 ഇയറിന് മേലെയായി. ഷോപ്പിന്റെ ഓണർ സ്ഥലത്തില്ല, അല്ലെങ്കിൽ പുള്ളിയായിട്ട് കുറച്ച് സംസാരിക്കാമായിരുന്നു. അനിമെ ഫാൻസിന് വേണ്ട ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോഴേക്കും നാഗാലാൻഡുകാരിയായിട്ടുള്ള അക്കാമൈ ചേച്ചി വന്നിട്ട് ഓർഡർ എടുത്തു. ഈ അടുത്ത് ഞാനൊരു കൊറിയൻ ഫുഡ് ബ്ലോഗ് ചെയ്തതുകൊണ്ട് തന്നെ റാമൻ എനിക്കറിയാം. അങ്ങനെ പലതരത്തിലുള്ള റാമൻസ് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് അതൊക്കെയാണ് ഇവർ ഓർഡർ ചെയ്യുന്നത്. ഞാനും സായൂജും ഒയാക്കോഡോറാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ ഒരു നോൺ ആൽക്കഹോളിക് വൈൻ പറഞ്ഞിട്ടുണ്ട്, റെഡ് വൈൻ. അത് പ്രത്യേകിച്ച് പറയുന്നതിൻ്റെ കാരണം ഫാമിലി ഓഡിയൻസ് കാണുന്നതല്ലേ, സോ നോൺ ആൽക്കഹോളിക് ആണ് കേട്ടോ. പിന്നെ ജപ്പാൻകാരുടെ ഒരു മസ്റ്റ് ട്രൈ ഫുഡായിട്ടുള്ള സുഷി അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ കഴിക്കണം എന്ന് പ്ലാൻ ചെയ്യാം ഞങ്ങൾ. ഇവിടുത്തെ ആംബിയൻസ് എന്തായാലും കൊള്ളാം. ഇവിടെ വന്ന കസ്റ്റമേഴ്സൊക്കെ വരച്ചതാണെന്ന് തോന്നുന്നു. നമുക്കും പറ്റിയ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വരച്ച് ഇവിടെ ഇടാം. ഇനി അതിന് എക്സ്ട്രാ ചാർജ് വല്ലതുണ്ടോയെന്നറിയില്ല. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ മാപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടുത്തെ ഒരു ഇരിപ്പിടം എന്ന് പറയുന്നത് നമ്മൾ ഈ ചമ്രം പണിഞ്ഞിരിക്കുന്ന പരിപാടിയാണേ. ഇതേ ഒരുത്തം ഇവിടെ വാളും പരിചയമൊക്കെ ആയിട്ട് എന്തോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ശ്രദ്ധിക്കുന്നു, അതുകൊണ്ട് വാൾ ഉറയിലിടാൻ ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് പറ്റിയ ഒരു കൊട കിട്ടിയിട്ടുണ്ട്, നല്ല ജപ്പാനീസ് കൊട. അതും വെച്ച് ഓരോ ഫോട്ടോ എടുക്കുമ്പോഴേക്കും അക്കാമൈ ചേച്ചി സ്റ്റാർട്ടേഴ്സായിട്ട് വന്നു. അക്കാമൈ ചേച്ചി വേഗം തിരിച്ചുപോയി. പുള്ളിക്കാരി നമ്മൾ വൈന് വിളമ്പുന്ന സമയത്ത് കാണിക്കാൻ കേട്ടോ. റിയാക്ഷൻ രേവന്ത്. ആദ്യത്തെ പീസ് രേവന്ത് ടേസ്റ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അതെ, അതുകൊണ്ടാവുന്നു. ഒരു പീസ് ഉള്ളൂ കേട്ടോ അതിനകത്ത്. എടാ എന്ന് തോന്നിട്ടുണ്ടെ എനിക്കൊന്നും അല്ല, ജപ്പാൻ ചിക്കൻ ഇന്ത്യൻ ചിക്കൻ തമ്മിൽ വ്യത്യാസമുണ്ടോ? കൊടുക്ക്, എല്ലാവർക്കും കൊടുക്ക്. കരാഗെ എന്ന് പേരുള്ള ഈ ചിക്കൻ സ്റ്റാർട്ടേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് തന്നെ ഓരോ സെറ്റും കൂടിയും പറഞ്ഞാലോ എന്ന് വിചാരിച്ചതാ. എന്തായാലും ബാക്കിയുള്ള ഡിഷസ് ഒക്കെ വരട്ടെ. ഇതിനോടൊപ്പം വെച്ചിരിക്കുന്ന ഈ ക്യാബേജ് ലീവ്സ് ഉണ്ടല്ലോ, അതും നല്ലതായിട്ടുണ്ട്. ആണോ? സാധാരണ നമ്മൾ കഴിക്കണ കേബ്സൊന്നും പോലെയല്ല, ഭയങ്കര ജ്യൂസിയാണ്. ചിക്കൻ സ്റ്റാർട്ടേഴ്സിന് ശേഷം നമ്മൾ പറഞ്ഞ റെഡ് വൈൻ ലാഫിയസ്റ്റ വന്നിട്ടുണ്ട്. അതിന്റെ അങ്ങനെ ഒഴിക്കുക. അല്ല, ഞാൻ മറ്റേ സിദ്ദിഖ് ചെയ്യണ പോലെ പരിപാടിയൊന്നും ചെയ്യല്ലേ. പൈസ ചോട്ടാ മൊബൈൽ സിദ്ദിഖ് ചെയ്യണ പോലെ.
ചാഷൂജെ, പണ്ട് നമ്മൾ സ്കൂളിലേക്കൊക്കെ ചോറ്റുപാത്രം കൊണ്ടുപോകുമ്പോൾ ചോറിൻ്റെ മേലെ പുഴുങ്ങിയ മുട്ട വയ്ക്കില്ലേ അമ്മ, അതേപോലത്തെ ഒരു ഐറ്റം. രേവന്താണ് ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഫുഡ് ടെസ്റ്ററും എക്സ്പ്രഷൻ കിങ്ങും ഒക്കെ. കെരാമീസ് രാമൻ വന്നിട്ടുണ്ട്, പിന്നെ സുഷി ഓൾറെഡി നമ്മുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. എല്ലാം കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്യാം. ഇനി വരാൻ ബാക്കിയുള്ളത് എൻ്റെ മെയിൻ കോഴ്സാണ്, ഒയാക്കോഡോൺ. അങ്ങനെ അതും എത്തിയിട്ടുണ്ട്. ചിക്കനും റൈസും ചേർന്നിട്ടുള്ളൊരു ഡിഷാണിത്. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു ഡിഷാണ് ഈ സുഷി. കാരണം കഴിച്ച ഒരുവിധപ്പെട്ട എൻ്റെ ഫ്രണ്ട്സൊക്കെ മോശം അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട്? പുളിയല്ലേ? മീനിൻ്റെ കഴിച്ചു നോക്ക്. നമ്മുടെ ഹൈലൈറ്റ് സാധനം കണ്ടോ? കൊള്ളൂലേ? പോരെ? സുഷി ഞാൻ വിചാരിച്ചത്ര മോശമല്ല. ഇനി ഒയാക്കോഡോൺ കഴിച്ചു നോക്കാം. ചിക്കനും റൈസും ചേർന്നിട്ടുള്ള ഒരു ഡിഷാണ്. ചിക്കൻ മേലുള്ളത് കൊണ്ട് നന്നായി ആസ്വദിച്ച് ഞാൻ കഴിക്കുന്നുണ്ട്. തൽക്കാലം ക്യാമറ രവിയെ ഏൽപ്പിച്ചു. രവി ആതിര കഴിക്ക്. ഒയാക്കോഡോർ കഴിക്ക്. ഒയാക്കോഡോർ മിക്കവാറും ഒയാക്കോഡോർ ഒന്നും കൂടി വാങ്ങേണ്ടി വരും തോന്നുന്നുണ്ട്. ഒരു ചായക്കടൻ്റെ അടുത്ത് രണ്ട് ചിക്കൻ പീസ് തരുമോ? എനിക്കറിയാം ചിക്കൻ പീസ് തരുമല്ലേ? ഈ റൈസ് ഞാൻ സമാധിച്ചു തരാം. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ചിക്കൻ മൊത്തം കഴിഞ്ഞാ? റൗണ്ട് പോയി വന്നാ ചിക്കൻ നൈസായിട്ടുണ്ട്. ഇത് കഴിഞ്ഞു. ഇത് ചോറാ. അത് താല്പര്യം പോയില്ലേ? ഒയാക്കോഡോൺ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സ്പൈസി മീസോ രാമൻ്റെ അവസാനത്തെ കുറച്ച് പോർഷൻസ് കിട്ടി. വെറും വെള്ളം മാത്രം. ഇതെന്തോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും എല്ലാവരും കൂടി ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഡിഷസും കുറച്ച് കുറച്ച് കഴിക്കാൻ പറ്റി. ഇതെന്തൊരു മറിമായം. ഇത്ര നേരം എൻ്റെ അടുത്തിരുന്നായിരുന്ന കിഷോർ ഞാൻ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇതെൻ്റെ അറ്റത്ത് പോയിരുന്ന് സൂപ്പ് കുടിക്കുന്നു. ഒരു ജപ്പാനീസ് ഫിഷറി കുറേ സമയമായി വെറുതെ ഇരിക്കുന്നു. നമുക്കൊന്ന് യൂസ് ചെയ്തേക്കാം. അങ്ങനെ ഫുഡ് കഴിച്ചു. ബില്ല് വരാനുള്ള കാത്തിരിപ്പാണ്. നല്ല സുഖം. ഇനി ബില്ല് വന്നാലും അതിലും വലിയ ഷെയർ ഉണ്ടാകും. അപ്പൊ വീണ്ടും ഊതാലോ? എന്താ ശരി. എന്താ കൊള്ളൂലേ? അയ്യേ അയ്യേ. അവിടെ പിന്നെ എക്സ്പ്രഷനേ ഇല്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് അവിടെ ഇഷ്ടപ്പെടും. അവനും വലിയ കഥയിൽ കുഴപ്പമില്ലാണ്ട് ഇഷ്ടം ഇല്ലേ? കുഴപ്പമില്ല. അവിടെ കഴിക്കണം. ഉപ്പുമാവും ചമ്മന്തിയും കൊള്ളൂല. ഇങ്ങോണ്ടാ ഞാൻ മാത്രം ടേസ്റ്റ് ചെയ്യാത്തുള്ളൂ. ഇത് രണ്ടാമത്. എന്നാ ഇത് കൊണ്ട ഇത് പിടിച്ച. ഞാൻ സെക്കൻഡ് കിട്ടിയില്ലായിരിക്കും. കുഴപ്പമില്ല. എന്നാലും ഞാൻ പറഞ്ഞതിപ്പോ മനസ്സിലായ. അയ്യോ അത് കിട്ടി.
പോരാ ഗൈസ്, പുഡിങ്ങിനകത്ത് പോരാ, തീരെ പോരാ. പുഡിങ്ങിനകത്ത് കുറച്ച് കരിഞ്ഞ ഒരു ഫീല്. കിഫൂജി എന്ന ആ പുഡിങ് കഴിച്ചതോടുകൂടി ഇവിടുത്തെ ഫുഡടി തൽക്കാലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പുഡിങ്ങും പിന്നെ റെഡ് വൈനും അതുപോലെ തന്നെ റാമനും അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒയാക്കോഡോണും അതോടൊപ്പം തന്നെ ആദ്യം വന്ന കരാഗ എന്ന് പറയുന്ന സ്റ്റാർട്ടേഴ്സും വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ആവറേജ് ഫുഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. 10 പേര് ഭക്ഷണം കഴിച്ചപ്പോൾ മൊത്തം 4720 രൂപയായി. അത് റീസണബിൾ ആണ്. പിന്നെ എല്ലാവർക്കും തന്നെ ആദ്യമായിട്ട് ജപ്പാനീസ് ക്യുസീൻ ട്രൈ ചെയ്തതിൻ്റെ ഒരു സംതൃപ്തിയുണ്ട്. ബില്ലിനോടൊപ്പം കുറച്ച് ഫാൻസി കറൻസീസ് ഒക്കെ കിട്ടി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ കേട്ടോ. ഇതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് കടമക്കുടിയിലേക്കാണ്. ആ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.